ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചപ്പാത്തിയോടൊക്കെ കഴിക്കാൻ പറ്റിയ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് എടുക്കുക. അപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കിട്ടും. ഇനി ഇതിനകത്തിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനൊരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ചെറിയ ഗോൾഡൻ കളർ ആവുന്നിട വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ചെറുതായിട്ടൊക്കെ കളറൊക്കെ മാറി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇതിനകത്തിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. അതിനുശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നിട വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ പൊടികളൊക്കെ വഴറ്റിയെടുക്കാൻ. ഒരു 10-15 സെക്കൻഡ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ ഇതിൻ്റെ അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എരിവിന് വേണ്ടി 2 പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഈ തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഇതിൻ്റെ അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ വേവിക്കാതാണ് ചേർക്കുന്നുണ്ടെങ്കിൽ തക്കാളി ചേർക്കുന്നതിന് മുമ്പേ ഈ മസാലയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുക. അതിന് ശേഷം വേണം തക്കാളി ചേർത്ത് വേവിക്കാൻ. ഇനി ഇത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 4 മിനിറ്റ് ഈ തക്കാളി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ അതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് പുഴുങ്ങിയെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനി മസാലയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു ഗ്രേവിക്ക് തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ 1-2 ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചേർത്താൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് വേവിക്കാതാണ് ചേർക്കുന്നുണ്ടെങ്കിൽ തക്കാളിയൊക്കെ ചേർക്കുന്നതിന് മുമ്പേ ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ മസാലയോടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിന് ശേഷം തക്കാളി ഇട്ടിട്ട് വേവിച്ചെടുക്കുക. ഈ ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് വീണ്ടും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ഉരുളക്കിഴങ്ങിലേക്ക് പിടിക്കും. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ഈ ഉരുളക്കിഴങ്ങിലേക്ക് പിടിക്കും. അപ്പോൾ മല്ലിയില ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് മിക്സ് ചെയ്താലും മതി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി കുറുകണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഉരുളക്കിഴങ്ങ് കറി റെഡിയായി. അപ്പോൾ ചപ്പാത്തിയോടൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെന്നൈസ് റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്